ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ മുത്തശ്ശിയെ സാർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മള് രണ്ടു കൂട്ടരും രണ്ട് ദേശക്കാരാണെങ്കിലും നിങ്ങളുടെ മുത്തശ്ശിയുടെ ഖ്യാതി കരുനീലിക്കാവുകാർക്കും സുപരിചിതമാ. പലപ്പോഴും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. അതിന് ഇങ്ങനൊരു അവസരമായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത്. അതെ, മുത്തശ്ശി ഞാൻ ഇപ്പൊ വിളിക്കാം. പ്രത്യേകിച്ച് പാർവതിയുടെ മനസ്സറിയണം. ആര് പറഞ്ഞു പാറു ചേച്ചിയുടെ മനസ്സിൽ ഗിരിയേട്ടൻ ഇല്ലെന്ന്? ഇല്ലാഞ്ഞിട്ടാണോ അമ്മ അവനയച്ച് വണ്ടി കയറാതെ ചേച്ചി ഗിരിയേട്ടന്റെ ബൈക്കിൽ കയറിപ്പോയത്? നമ്മളിപ്പോ അങ്ങോട്ട് ചെന്നിട്ട് ഉടനെ ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എന്താ ചോദിച്ചാല് നമ്മളെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടെന്ന് തോന്നിയാലല്ലേ ചേച്ചി മനസ്സുറക്കുള്ളൂ. ജോത്സ്യര് പറഞ്ഞതുപോലെ ഏട്ടന് കല്യാണം ഉടനെ നടക്കുന്ന എന്റെ മനസ്സ് പറയുന്ന. എന്തായാലും അവര് തമ്മിലൊരു ഇഷ്ടമുണ്ട്. ഒരേ മനസ്സുള്ളവര് തമ്മിലല്ലേ ചേരേണ്ടത്. ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിട്ടെ ഇന്ന് നമ്മൾ അവിടെ നിന്ന് പോരും. അതിനി എന്ത് തടസ്സം ഉണ്ടായാലും ശരി, നമ്മളത് മാറ്റിയെടുക്കും. ചേച്ചി ഓ, എല്ലാം കുളമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാർവതിയുടെ വീട്ടിലേക്ക് പോകുന്നറിഞ്ഞ മഞ്ജുമയും കൂടെ വരും. അവള് വന്ന പ്ലാൻ ഒന്നും നടക്കില്ല. ഒരു ഐഡിയ ഉണ്ട്. മഞ്ജു ചേച്ചി നമ്മുടെ കൂടെ വരാതിരുന്ന പോരെ? വാ, നമുക്ക് കാവല് തൊഴാൻ പോകുന്നതെന്ന് പറയാം. ജന്മം ചെയ്ത ചേച്ചി അവിടെ വരില്ല. കാവല് നാഗത്താമാരെ ചേച്ചിക്ക് അത്രയ്ക്ക് പേടിയല്ലേ? ഇത് വരുന്നുണ്ട്. ഹായ് മഞ്ജിമ, എല്ലാരും കൂടെ എവിടെ പോവാ? ഞങ്ങളെ ഒരിടം വരെ പോവാ. അത് എവിടെയെന്നാ ചോദിച്ചേ? ആ സ്ഥലത്തിന് പേരില്ലേ? അല്ല, ഏത് സ്ഥലമായാലും ഞാനും കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഒന്ന് ചുറ്റി അടിച്ചിട്ട് കൊറേ ദിവസമായി. ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കേ ചേച്ചി വരാൻ സാധ്യതയില്ല. അതെന്താ ഞാൻ വന്നാല്? എനിക്കെന്താ വല്ല വിലക്കുള്ള സ്ഥലമാണോ? ഒരു വിലക്കും ഇല്ല. പക്ഷേ ഞങ്ങൾ പോകുന്ന കാവിലേക്കാ. ഏട്ടത്തി വരുന്നുണ്ടോ? അയ്യോ, കാവിലേക്കോ? അവിടേക്ക് ഞാൻ ഇല്ലേ ഇല്ല. അവിടെ നിറയെ പാമ്പുണ്ടാവും. പാമ്പിനെ എനിക്ക് പേടിയാ. നിങ്ങൾ പൊക്കോ പൊക്കോ. ശരി, പോയിട്ട് വരാമേ. വേഗം ഇറങ്ങിയേച്ചി. പിന്നെ ഒരു കാര്യം, കാവല് ചെല്ലുമ്പോഴേ എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. പിന്നെ ഗിരിയേട്ടന്റെയും എന്റെയും പേരിനും നാളിനും 100 പാലും നേർന്നേക്കണേ. ശരി, ചെയ്തോളാം. ഞാനിവിടൊക്കെ തുടച്ച് വൃത്തിയാക്കിയായിരുന്നു. അതുകൊണ്ട് വൃത്തിയാക്കിയ സ്ഥലമൊക്കെ അഴുക്കായില്ലേ? എങ്കിലേ കണക്കായി പോയി. നിനക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ചെളി പുരണ്ടടാ എല്ലാം. നീ ഒന്നുകൂടെ തുടയ്ക്ക്. തുടക്കടാ, തുടയ്ക്കാൻ.
തുടയ്ക്ക്. എന്തിനാ ഏട്ടത്തി എന്നോട് ഇങ്ങനെ? അപ്പോ നീ ഇനി തുടക്കില്ല? തുടക്കടാ. എന്താടാ നീ എന്നെ നോക്കി പേടിപ്പിക്കണോ? എന്നോട് തുടക്കാനാ പറഞ്ഞത്. വിശ്വേട്ടാ, എന്താടി, എന്താ ഇവിടെ പ്രശ്നം? ഇവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. തറ തുടയ്ക്കാൻ പറഞ്ഞപ്പോഴേ എന്നെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്നു. ഞാൻ ഇവിടെ മുഴുവൻ തുടച്ചതാ ഏട്ടത്തി. അപ്പോ മിണ്ടരുത് നീ. ഇവന്റെ ധിക്കാരം ഞാനൊന്ന് അവസാനിപ്പിക്കാം. ഇന്ദ്ര, ആ വടിയിങ്ങെടുത്തേ. ഇവരിന്ന് എന്താ അനുസരണക്കേടാ കാണിച്ചത്? എടാ, ഒന്നും ചെയ്യല്ലേ. പറഞ്ഞ അനുസരിക്കില്ല. എന്ന് എടാ, കൂടെ കൊണ്ട്. പറഞ്ഞ അനുസരണല്ലടാ. നീ പറഞ്ഞാ കേക്കില്ല അല്ലടാ. കൂടെ അങ്ങോട്ട്. കൂടെ അവനെ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ, കൂടെ കൊണ്ട്. ഒന്നും ചെയ്യില്ലേ. എന്റെ കൊച്ചിനെ വീട്, കൊച്ചിനൊന്നും ചെയ്യില്ലേ. അവൻ പാവാ. ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. ഇപ്പൊ ചെന്ന് കേറിയാലേ മോന് കെട്ടുന്ന അടി തള്ളക്കും കൂടെ കിട്ടും. അത് വേണം. ബാലു, ഇങ്ങോട്ട് പോരെ. അയ്യോ മോനെ. ഡാ, പത്മനാഭ സാറാണെന്ന് തോന്നുന്നു. സാറ് ഈ തള്ളയെ മോനെ കാണാൻ പാടില്ല. വാടായിക്കോട്. മോനെ ഓട്ടട. ഏയ്, ഇവനെയും കൂട്ടി അകത്തെങ്ങാനും പോയി ഇരുന്നോണം. കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് കണ്ടുപോകരുത് രണ്ടിനെയും. പോകാൻ. ഓട്ടട. അടിച്ചു ഇവിടെ. വാടാ. ആ നമസ്കാരം സാർ. നമസ്കാരം. ഏട്ടനാണ് വിശ്വജിത്ത്. ആ സാർ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ആ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇന്ദ്രനും നകുലനും പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. ഇതെന്റെ ഭാര്യ കാഞ്ചന. ആ വരണം സാർ. ആ വരും സാർ. ഞങ്ങളുടെ മുത്തശ്ശിയെ സാർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ. നമ്മള് രണ്ടു കൂട്ടരും രണ്ട് ദേശക്കാരാണെങ്കിലും നിങ്ങളുടെ മുത്തശ്ശിയുടെ ഖ്യാതി കരുനീലിക്കാവുകാർക്കും സുപരിചിതമാ. പലപ്പോഴും കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. അതിന് ഇങ്ങനൊരു അവസരമായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത്. അതെ. മുത്തശ്ശി ഞാൻ ഇപ്പൊ ആ വിളിക്കാം. മുത്തശ്ശി, മുത്തശ്ശി, പത്മനാഭ സാർ വന്നിരിക്കുന്നു. ആ നമസ്കാരം. പടനിലത്ത് പത്മനാഭൻ. ആ ഇരിക്കൂ. ഓ